ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആമസ് വ്ലോഗ് 444ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, നമ്മൾ നമ്മുടെ ന്യൂ ഗെയിമല്ല, ആ ഗെയിമിലേക്ക് ഞാൻ അപ്ഡേറ്റ് ഒക്കെ വന്നേക്കാണ്. ഓക്കെ, ഇന്നൊരു ഗെയിമിംഗ് വീഡിയോയോ അല്ലെങ്കിൽ വേറെ 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 ഏത് വീഡിയോയോ അല്ല. ഓക്കെ, ഇന്ന് നമ്മൾ അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ മോഡ്സിലോട്ട് 50 എണ്ണം ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡെവലപ്പർ. പിന്നെ നമുക്ക് ഓരോ മോഡ്സിലോട്ടിനും ഓരോരോ പേര് കൊടുക്കാം. അപ്പോൾ അത് എൻ്റെ അടുത്ത് അതിന് മുമ്പ് ഒരു അപ്ഡേഷൻ വന്നത് നമ്മുടെ താജ്മഹലും അതുപോലെ നമ്മുടെ ബാബ മോട്ടേഴ്സും എല്ലാം. ബാബ മോട്ടേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു, പക്ഷേ താജ്മഹൽ നമ്മൾ കാണിച്ചില്ല. നമ്മളിപ്പോൾ അത് ആദ്യം തന്നെ നമ്മുടെ താജ്മഹൽ കാണിച്ചിട്ട് നമ്മുടെ ന്യൂ അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ജുറാസിക് പാർക്കില്ലേ, ആ ഒരു ജുറാസിക് പാർക്കിൻ്റെ ഈ മുമ്പിലോട്ട് പോകുമ്പോൾ പിന്നെ അത് ഈ റൊട്ടേറ്റ് എന്നൊക്കെ സൈഡിൽ കാണാം. എൻ്റെ ഗെയിം ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ റൊട്ടേറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. സോ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, കാരണം നല്ല രീതിക്ക് തന്നെയാണ് ആ ക്രാഷ് എന്നൊക്കെ സംഭവിച്ചത്. എന്നിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തപ്പോൾ സെറ്റ് ആയതാണ് കേട്ടോ. എന്നാലും ഇത് നമുക്ക് എന്തൊക്കെയാ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ താജ്മഹലുള്ള. ഓക്കെ, ഇപ്പോൾ ഈ മോഡ്സ്ലോട്ടിൻ്റെ അറിയാത്തുണ്ടെങ്കിൽ ഈ ഒരു മോഡ്സ്ലോട്ടെന്ന് പറയുകയാണെങ്കിൽ മോഡ്സ്ലോട്ട് 1 നമുക്ക് മോഡ്സ്ലോട്ട് 1 നമ്മൾ കയറുക. എന്നിട്ട് ഏതെങ്കിലും ലിങ്കോ മിഷൻസോ RGS മോഡിൽ പോയി ഏതെങ്കിലും ലിങ്കോ മിഷൻസോ ഒക്കെ കോപ്പി ചെയ്തിട്ട് ഇപ്പം കോപ്പി ചെയ്തു മിഷൻസ് നമ്മൾ ഓടിക്കണം. ബാക്ക് ചെയ്തിട്ട് മിഷൻസ് നമ്മൾ എടുക്കുവാണെന്ന് വെച്ചു, എടുത്തിട്ട് നമ്മൾ വീണ്ടും ബാക്ക് അടിച്ചു മോഡ്സ്ലോട്ട് 2 ഇടുവാണെങ്കിൽ സാധാരണ ഒരു നോർമൽ സിറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എന്തായാലും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ താജ്മഹൽ കാണാൻ വേണ്ടി പോവാം. ഓക്കെ, വഴിയിലൊന്ന് വീണപ്പോൾ നമ്മുടെ നല്ല രീതിക്ക് തന്നെ ഇൻഫിനിറ്റി ഹെൽത്തും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഹെൽമെറ്റും കാര്യമൊക്കെ വെച്ച് അതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല, പെട്ടെന്ന് തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മുടെ പേരും നെയിമും കാര്യങ്ങളൊക്കെ അമൻ ഷാരു നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ താജ്മഹൽ കാണാൻ പോവാം. ഓക്കെ, അപ്പം നേരെ പുതിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എല്ലാവരും ഒരുപോലെയാണ് കേട്ടോ. കുറച്ച് സീനാണ് നമ്മൾ മാക്സിമം ലെങ്ത്ത് കൂട്ടി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മുടെ XR റെക്കോർഡറും കാര്യങ്ങളൊക്കെ XR എന്ന് പറഞ്ഞ റെക്കോർഡിയാണ്. ഇതിൻ്റെ അകത്തായിട്ടൊരു റെക്കോർഡറുണ്ട്. ആ റെക്കോർഡറിൽ നിന്ന് വെച്ചെങ്കിൽ പക്ഷേ ഭയങ്കര സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫുള്ളിങ്ങനെ ആയിക്കൊണ്ടിരിക്കും, പിന്നെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഫോൺ. അതാണ് ഈ റെക്കോർഡർ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്തൊക്കെയോ ഈ റെക്കോർഡർ ഡിലീറ്റ് ആക്കിയിട്ട് ഇപ്പം ഇതുണ്ട് ഇവിടെ റെക്കോർഡറിന് ഇവിടെ അതുണ്ടോ സ്ക്രീൻ റെക്കോർഡർ, അത് നമുക്ക് മാറ്റാൻ പറ്റും. അത് മാറ്റിയപ്പോൾ നമ്മൾക്ക് ശരിയായി. അപ്പോഴത്തേക്കും ആ വീഡിയോ പോയി, നമ്മൾ എടുത്ത ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയില്ല, എങ്കിൽ ഒരു റെക്കോർഡർ ശരിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ XR റെക്കോർഡറിലും കാര്യങ്ങൾ സ്പേസ് വിഷയമാണ്. ഇപ്പോൾ നമുക്ക് മാക്സിമം ഒരു 20 മിനിറ്റിൽ കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ താജ്മഹൽ ഗെയിമിലേക്ക് വന്ന ന്യൂ താജ്മഹൽ. ഓക്കെ, കറക്റ്റ് എത്ര ഒന്നുമില്ലെങ്കിലും ഗെയിമിൽ ഇത്രയൊക്കെ വന്നത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു താജ്മഹലിൻ്റെ അകത്തോട്ട് പോകാനും കാര്യങ്ങളൊക്കെ പറ്റും. എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഇതും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ അങ്ങ് ഷൂട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം, കാരണം ഇത് കയറി പോകാൻ ഭയങ്കര പാടാണ്. ഇച്ചിരി പാടൊന്നുമില്ല, എന്നാൽ അടിപൊളി പാടാണ് ഇത് കയറി പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നേരെ ഇത് ക്യാരക്ടർ ഇപ്പോൾ കൂടുതൽ തുടങ്ങിയ അപ്ഡേറ്റിന് ശേഷം കൂടുതൽ ഹെൽമെറ്റ് ഇടുന്നത് നമ്മുടെ ക്യാരക്ടർ. അല്ലാണ്ട് നമ്മളതെല്ലാം കളഞ്ഞ് ജെറ്റ് പാക്ക് എല്ലാം വിളിച്ച് അത്രയും സമയമായിട്ടും ഒക്കെ ഒന്ന് ക്യാരക്ടറൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് പണി പാടി.
നമുക്കെടുത്ത് ചാടാം. ഓക്കെ, ഇതെന്താണ് ഇങ്ങോട്ടാണ് വലിഞ്ഞു വരുന്നത്? ആ കൊള്ളാം. ഇവൻ്റെ ബുദ്ധി സമ്മതിക്കണം കേട്ടോ, ഭയങ്കര ബുദ്ധിയാണ്. ഓക്കെ, നമ്മളപ്പോൾ നേരെ നമ്മുടെ താജ്മഹലിൻ്റെ ടോപ്പ് സൈഡിലേക്ക് എത്തിയ കണ്ടു. ഇത്ര ഉള്ളതാണ് താജ്മഹൽ. ഇത്രേ ഉള്ളൂ ഈ താജ്മഹലും കാണാനും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, വേറൊന്നുമില്ല. വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ മെയിൻ അപ്ഡേറ്റിലേക്ക് കടക്കാം കേട്ടോ. കിടക്കാൻ തോന്നും, അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഓക്കെ, ബിക്കോസ് നമ്മുടെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ട്രാക്ടർ, പിന്നെ റാമ്പ് 1 മാത്രമുള്ളായിരുന്നു. റാമ്പ് 2, റാമ്പ് 3, റാമ്പ് 4 അത്രേ വന്നിട്ടുള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. ഇപ്പം 2 ദിവസം കഴിഞ്ഞ ഒരു അപ്ഡേറ്റ്, 3 ദിവസം കഴിഞ്ഞ അടുത്ത അപ്ഡേറ്റ്, അങ്ങനെ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതേ റാംസും കാര്യങ്ങളൊക്കെ പഠിച്ച് അതിന് നല്ലൊരു സ്പോട്ട് നമ്മുടെ എയർപോർട്ടാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിലേക്ക് പോയിട്ട് നമ്മുടെ എയർപോർട്ടിലേക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് പരിചയപ്പെടുത്തി തരാം. എനിക്ക് മുന്നോട്ട് വട്ടം ചാടി കേട്ടോ വണ്ടിക്ക് വിഷയം. ഇപ്പോൾ ഞാൻ ഈ ക്രാഷ് സംഭവത്തിനൊക്കെ പറ്റി പറയാം. എന്താ ക്രാഷ് ആയായിരുന്നു ഇതിനോട്ട് ശരിയായെന്ന് അറിയില്ല, പക്ഷെ ശരിയാകുമ്പോൾ ചാൻസ് കുറവാണ്. എങ്കിലും ചിലപ്പോൾ ശരിയാകാൻ പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന തന്നെയാണ് നമ്മുടെ R1 ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ഈ ഒരു റാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നതാണ്. പിന്നെ നമുക്കിപ്പോൾ വേറൊരു സംഭവം വന്നേക്കാണ് നമ്മുടെ R2 കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനത്തെ റാമ്പ് വരും. അങ്ങനത്തെ ആ റാമ്പ് അടിച്ചിട്ട് MD ഓൺ അല്ലെ മോഡ് ഓൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പൊസിഷനും കാര്യങ്ങളൊക്കെ കണ്ടോ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പൊസിഷൻ ഇങ്ങോട്ടും കാണാൻ മാറ്റാൻ നല്ല പാടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഫംഗ്ഷനാണ് ഈ റൊട്ടേറ്റ്. ഈ പ്ലസ് ഈ ഒരു എക്സിൻ്റെ അവിടെ പ്ലസ് വെക്കുമ്പോൾ അങ്ങോട്ട് പോവും, എക്സ് മൈനസ് വെക്കുമ്പോൾ ഇങ്ങോട്ട് പോവും. പിന്നെ അവിടെ വൈ അങ്ങോട്ട് പോവും, മൈനസ് വെക്കുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ തന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇസഡ് എന്ന് പറയുമ്പോൾ താഴും, പിന്നെ മറ്റേത് മുകളിലോട്ട്, അതുപോലെ തന്നെ. ഓക്കെ, ഇവിടെ നമ്മളെ സൈക്കിളും കാണാൻ സ്പോണ ജസ്റ്റ് ഇവിടെ ഒരു ബാങ്കും കാര്യങ്ങളൊക്കെ വിളിച്ചാണ് നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ സൈക്കിൾ സ്റ്റണ്ടിങ്. മെയിനായിട്ട് ഈ റാമ്പ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതിപ്പോൾ വണ്ടി ബലം പിടിച്ചാണ് കയറി പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പോയി നമുക്ക് കറക്റ്റ് കൺട്രോൾ ചെയ്യണം. നേരെ റിവേഴ്സ് പോയി ഇങ്ങനെ പോയി, അങ്ങനെ കളിക്കാനുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു യൂനോ കാർഡ് കൺട്രോളർക്കറിയാം, അതിൻ്റെ അകത്തൊരു കളർ ചേഞ്ച് ഉണ്ട്. അതിന് മുമ്പേ അതുകൊണ്ട് ഈ ഒരു ഇതില്ലേ ഗൈസ്, നമ്മുടെ ഏത് ഫംഗ്ഷൻ വർക്കാവാത്തതുകൊണ്ട് റൊട്ടേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ക്യാർത്തി ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം വരും കണ്ടോ. ഇതെന്ന് പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെ ചാറാ ഹൊയ്, അതെ, വീണ്ടും ചാടി ഹൊയ്, വീണ്ടും ചാടി ഹൊയ്. ഇത് നമ്മളിങ്ങനെ ഒന്ന് അടിച്ച് താഴെ ഇടും കണ്ടോ. ഓക്കെ, കണ്ടോ അടിച്ചങ്ങ്. പക്ഷേ നമ്മുടെ ഇൻഫിനിറ്റി ഓൺ ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ഇപ്പോൾ താഴെ കിടന്ന് വെച്ചാൽ അടുത്താണ് നമ്മുടെ യൂനോ കാർഡിലെ കളർ ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് കേട്ടോ. അതെ, കണ്ടോ ഒരു കളർ ചേഞ്ച് ഫങ്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഈ റാമ്പ് എന്തിനാന്ന് വെച്ചെങ്കിൽ നമുക്ക് കളറിങ് ചലഞ്ചിങ് ചെയ്യാനാണ്. അതെ, എന്താണ് ഓക്കെ. സൈക്കിൾ 1, സൈക്കിൾ 2 ഇങ്ങനെ സ്പോൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈക്കിളിന് ഗ്രീൻ കളറും അങ്ങനെ നമ്മുടെ ബ്ലൂ കളറും കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റും. അങ്ങനെ വേണ്ടിയിട്ടുള്ളൊരു ഫങ്ഷനാണ് കേട്ടോ ഇത്. ഓക്കെ, ഇപ്പം നമ്മൾ ബ്ലൂ ആക്കുവാണ്, അത് കണ്ടോ ഗ്രീൻ ബ്ലൂ, അങ്ങനെ നമ്മുടെ യൂനോ കാർഡിൽ അത് കളർ ചേഞ്ച് പോലത്തൊരു സംഭവമാണ് ഈ ഒരു സംഭവം. സീനാണ് നമ്മുടെ മെയിൻ അട്രാക്റ്റിങ് സാധനം നമ്മുടെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ചെക്ക് കൊടുത്തിട്ട് 54, 43
ഓക്കെ ഒരു മിനിറ്റ്. ട്രാക്ടർ ചിട്ടൊക്കെ ഇട്ട് വെച്ച് നമ്മുടെ കൈ തട്ടിയൊന്ന് ഫ്ലിപ്പായി ഗൈസ്. മറ്റേ ഈ ഒരു സൈഡിലുള്ള FLPS 20 ഗൈസ്. ഓക്കെ നമുക്ക് ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 5643 കിട്ടും. അതാണ് നമ്മുടെ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ്. ഇതൊരു അടിപൊളി ട്രാക്ടറും കാര്യമെങ്കിൽ തന്നെയാണ് നമ്മുടെ ഗെയിമിലേക്ക്. വേറൊരു ഗെയിമിൻ്റെ കോപ്പി പോലും അല്ല. നമ്മുടെ ഗെയിമിലേക്ക് ഓൾസോ 2 ട്രാക്ടറുണ്ട്. ഒന്ന് നമ്മുടെ ഫാമിംഗ് ട്രാക്ടറും ഒന്ന് സാധാ ട്രാക്ടറും. ഒരു ട്രാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ട്രാക്ടറാണ്. ഇത് നമ്മുടെ പഞ്ചാബ് മോഡൽ ട്രാക്ടർ. പിന്നെ നമ്മുടെ പുതിയതായിട്ട് വന്നതെന്ന് പറയുമ്പം 5643 അടിച്ചിട്ടുള്ള ഈ ഒരു ട്രാക്ടർ. ഓക്കെ ഇപ്പം നമുക്ക് 2 ട്രാക്ടർ നമ്മുടെ ഗെയിമിലുണ്ട്. ട്രാക്ടർ ഓക്കെ ട്രാക്ടർ 2 ട്രാക്ടർ ഓക്കെ നമ്മുടെ ഗെയിമിലുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതിലോട്ട് ഒരു ഇപ്പം ഇതിൻ്റെ അകത്തും ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. മറ്റേതിലുണ്ട്. എനിക്കിത് പഠിപ്പിച്ചു തരാമോ? പഠിപ്പിച്ചു തരാം. ഓക്കെ ഗൈസ് നമുക്ക് നമ്മുടെ ബൈക്കോ ഓക്കെ കാർ സ്പോൺ ചെയ്യാൻ പറ്റുമായിരിക്കണം. ഓക്കെ കാറോ എന്ത് വേണമെങ്കിലും സ്പോൺ ചെയ്ത് തരാം. എന്ത് ആര് എന്താ എൻ്റെ മണ്ടയിട്ടേക്കുന്നുണ്ടോ? ഇതൊക്കെ ഇവിടെ കേൾക്കത്തില്ലേ? പിന്നെ കേൾക്കുകയല്ലേ, യൂട്യൂബ് ചാനൽ ഇടാനുള്ളതാണ്. അതാണ് അതാ കാർ അടിച്ചു പോയി. ബൈക്ക് ഇപ്പോൾ ഓൾറെഡി ബാത്റൂമിൽ കഴുകിയിട്ട് മിണ്ടാരി എന്ന് ഓൾസോ സേവ് ആണ്ടോ. ഇത്രയും വന്നിട്ടുള്ള നമ്മുടെ ഗെയിമിൽ ഉണ്ട് ഇപ്പം ഇരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം വേണമെന്നുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ബൈ ഗൈസ്.